കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ KHRA മൂവാറ്റുപുഴ യൂണിറ്റിൽ സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി. KHRA സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിൽ KHR സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ഹോട്ടൽ സയാന AC ഹാളിൽ വെച്ച് നടന്നു. KHRA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി വിഭാവനം ചെയ്തിരിക്കുന്ന KHR സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം KHRA സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ നിർവഹിച്ചു. നമുക്കറിയാം, കേരളത്തിലെ ഏതാണ്ട് 60,000-ഓളം വരുന്ന KHRA അംഗങ്ങളിൽ നല്ലൊരു ശതമാനം പേരും നാം അന്നന്നത്തെ ദിവസത്തെ ഉപജീവനത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നവരാണ്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്കറിയാം, നമ്മളിൽ പല ഭാരവാഹികളും പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അപ്രതീക്ഷിതമായ ദേഹവിയോഗം മൂലം പല കുടുംബങ്ങളും അനാഥമാകുന്ന ഒരവസ്ഥ. പലപ്പോഴും നമ്മുടെ പല ഹോട്ടലുടമകളും അവിചാരിതമായിട്ട് മരണപ്പെടുമ്പോൾ ആ കുടുംബത്തിൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കാരണം പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും കൂടി ചേർന്നൊരു ഹോട്ടൽ നടത്തുകയും പെട്ടെന്ന് തന്നെ ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഭാര്യയും അതുപോലെ തന്നെ കുടുംബ പ്രാരാബ്ദങ്ങളും ഒത്തിരിയേറെ ബുദ്ധിമുട്ട് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ അംഗങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സംഘടന കഴിഞ്ഞ 1 വർഷക്കാലമായി ചിന്തിച്ച് വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് KHRA സുരക്ഷാ പദ്ധതി. സ്ഥാപനങ്ങൾ കൂടുതൽ ശുചിത്വപൂർണ്ണമാക്കി സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി ഗ്രീൻ പ്രോട്ടോകോൾ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം KHRA എറണാകുളം ജില്ലാ പ്രസിഡന്റ് TJ മനോഹരൻ നിർവഹിച്ചു. അംഗങ്ങൾക്കും തൊഴിലാളികൾക്കുമായി നടത്തിയ ഗ്രീൻ പ്രോട്ടോകോൾ ബോധവൽക്കരണ ക്ലാസിന് മൂവാറ്റുപുഴ മുനിസിപ്പൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സൗമ്യ ദാസ് നേതൃത്വം നൽകി. 43 സ്ഥാപനങ്ങളിൽ നിന്നും 89ഓളം വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നുമായി ശേഖരിക്കുന്ന 2800 കിലോ ജൈവ വേസ്റ്റ്, ആ 2800 കിലോ ജൈവ വേസ്റ്റായിട്ട് തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന 8.3 ടൺ എല്ലാ ദിവസവും തൂക്കുന്നതായതുകൊണ്ട് എത്ര കൃത്യമായിട്ട് പറഞ്ഞു, അതായത് ശരാശരി കിട്ടുന്നതാണ്. അത് 8.1 ആവാം, 8.6 ആവാം, 9 ആവാം, അങ്ങനെയൊക്കെ ഏറ്റക്കുറച്ചുകൾ വരും. എന്നാലും നമ്മുടെ ശരാശരി കണക്ക് 8.3 ടൺ. ആ 8.3 ടൺ വേസ്റ്റിൽ നിന്ന് വേണം ഈ 2.8നെ തരംതിരിക്കാൻ. അപ്പോൾ ഈ 2.8നെ തരംതിരിച്ചെടുക്കാൻ നമുക്ക് എത്ര സമയം വേണ്ടി വരും? 8.3-ൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര മാൻ പവർ വേണ്ടി വരും? എത്ര ജോലിക്കാർ വേണ്ടി വരും? എത്ര സംവിധാനങ്ങൾ വേണ്ടി വരും? ജില്ലാ സെക്രട്ടറി KT റഹീം, KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT ഹരിഹരൻ, KHRA സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ്, KM അനിൽകുമാർ, എറണാകുളം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ കരീം, യൂണിറ്റ് പ്രസിഡന്റ് MP ഷിജു, എറണാകുളം ജില്ലാ ട്രഷറർ CK അനിൽ, KHRA യൂണിറ്റ് സെക്രട്ടറി ജിൽജി പോൾ, യൂണിറ്റ് ട്രഷറർ TP ഹാരിസ്, യൂണിറ്റ് രക്ഷാധികാരി KK ജോൺ, യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് KM അനിൽകുമാർ, വൈസ് പ്രസിഡന്റുമാരായ PK അബ്ദുൾ സലാം, B പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ, ഹൈസ.